മഴത്തൊരു മുൻപേറ്റൊരു അടിപൊളി റിവ്യൂയിലേക്ക് ഏവർക്ക് സ്വാഗതം. അങ്ങനെ ഗംഗാധരനാണെങ്കിൽ മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ട്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ തിരുവനന്തപുരത്ത് പോയ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രാവണി മാമനൊക്കെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, പുറമേ നോക്കുമ്പോൾ എല്ലാവർക്കും സുഖം തന്നെ, പക്ഷേ രാവണി മാമൻ്റെ മോള് ഒരു തമിഴ് ചെറുക്കനുമായിട്ട് സ്നേഹത്തില്ല, കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുമായിട്ട് രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഓരോരോ വിഷമമുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയാണ്, ഇവിടെ ഉണ്ടടാ ഒരു കാര്യം, നമ്മുടെ മനുവിനുണ്ടല്ലോ അലീനെ കല്യാണം കഴിക്കണമെന്ന്. അപ്പം ഗംഗാധരൻ പറയാണ്, അതിനെന്താ, കഴിക്കട്ടെ, അലീന നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറയാണ്, നീ എന്താടാ ഈ പറയുന്നത്, അലീന നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷേ ബാലേന്ദ്രൻ്റെ മകളാണെന്ന് ആരടുത്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കല്ലേ അറിയത്തുള്ളൂ ബാലേന്ദ്രൻ്റെ മകളാണെന്ന്. നാട്ടുകാർ നോക്കുമ്പം അവൾ ആ വീട്ടിലെ വേലക്കാരിയെ മനു കിട്ടിയെന്നല്ലേ പറയത്തുള്ളെന്ന് മുത്തശ്ശി പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗംഗാധരൻ പറയാണ്, അമ്മ എന്തോ ഈ പറയുന്നത്, നാട്ടുകാരുടെ കാര്യം തന്നെ നമ്മൾ നോക്കുന്നത്, നാട്ടുകാർ എന്തും പറയട്ടെ, മനുവിന് അലീനെ ഇഷ്ടമാണ്, അലീന നല്ല കുട്ടിയാണെന്ന് നമുക്കറിയുകയും ചെയ്യാം, പിന്നെ എന്തിനാ മറ്റുള്ള കാര്യം നമ്മൾ നോക്കുന്നതെന്ന് പറയാണ്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതെന്ന് മുത്തശ്ശി പറയുകയാണ്. മാത്രവുമല്ല, ബാലചന്ദ്രൻ്റെ മകളല്ലേ അവൾ, അത് നേരായ മാർഗത്തിലുണ്ടായതല്ല, നമുക്ക് ആരുടെത്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗംഗാധരൻ്റെ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ അലീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടെ ബാലചന്ദ്രൻ്റെ മകളാണെന്നുള്ള രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഗംഗാധരൻ പറയാണ്, അമ്മയൊന്ന് നിർത്തേ, അലിയനെ എന്തുകൊണ്ടും കല്യാണം കഴിക്കാൻ മനുവാണ് അർഹൻ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയാണ്, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അതേ അമ്മേ, അവളാണെങ്കിൽ ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല അലീന. ഇത് കേൾക്കുമ്പോഴേ മുത്തശ്ശി ഞെട്ടുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? വൈജ പണ്ടേ പറയുമായിരുന്നു ബാലചന്ദ്രൻ പറയുന്ന കള്ളത്തരമാണ്, അത് ബാലചന്ദ്രൻ്റെ മകളൊന്നും അല്ലെന്ന്. പിന്നെ അത് ആരാ അലീന, വീട്ടിൽ വന്നിരിക്കുന്ന ആ പെങ്കൊച്ചി പിന്നെ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, അലീനയ്ക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അലീനയുടെ അച്ഛൻ്റെ പേര് സ്റ്റാൻലി, എൻ്റെ ജൂനിയറായിട്ട് ആഗ്രയിൽ ജോലി ചെയ്ത സ്റ്റാൻലി ആണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി ആകെപ്പാടെ ഞെട്ടുന്നുണ്ട്. അവളുടെ അമ്മ വൈജ, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, വൈജയുടെ മകളാണ് അലീനയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി ആകെപ്പാടെ ഞെട്ടുന്നുണ്ട്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്, നീ ചുമ്മാ അങ്ങ് വെറുതെ പറയാമെന്ന് പറയാണ്. അപ്പം ഞാൻ വെറുതെ പറയല്ലമ്മേ, അവൾ വൈജയുടെ മകൾ തന്നെ, അത് അവൾക്ക് നന്നായിട്ടറിയാം, വൈജയ്ക്ക് മാത്രമേ ഉള്ളൂ അത് അറിഞ്ഞുകൂടാത്തെ, അലീനയ്ക്ക് വ്യക്തമായിട്ടറിയാം അവൾ വൈജയുടെ മകളാണെന്ന്. പിന്നെ അവളുടെ അച്ഛൻ സ്റ്റാൻലിയാണ്, ആ പേര് അമ്മ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, അന്ന് വൈജ പ്രസവിച്ച ആ പെൺകുട്ടിയാണ് അലീന എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മുത്തശ്ശി ആകപ്പാടെ സങ്കടത്തോടെ ഇങ്ങനെ കരയുകയാണ്. അപ്പം എല്ലാവരും അലീനെ സങ്കടപ്പെടുത്തിയ കാര്യവും വൈജ ഓരോന്ന് അലീനെ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശിക്ക് അലീനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്, ചേർത്ത് പിടിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. തൻ്റെ കൊച്ചുമോളാണെന്ന് ഞെട്ടലോടെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം പെട്ടെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ബാലചന്ദ്രൻ ഇതെല്ലാം അറിയാം, ബാലചന്ദ്രനാണ് ആദ്യം കണ്ടുപിടിച്ചത് അലീന വൈജയുടെ മോളാണെന്നും, അവൻ എന്നെ അന്വേഷിച്ച് വന്നു, ആ കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് അന്വേഷിച്ച് വന്നു, ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ, അവസാനം എനിക്ക് നിർവാഹമില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. ബാലചന്ദ്രന് കൃത്യമായിട്ടറിയാം അലീന വൈജയുടെ മോളാണെന്ന്, അറിഞ്ഞുകൂടാത്തത് വൈജയ്ക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ കൃഷ്ണമോക്കറിയാം, മനുവിനറിയാം, അങ്ങനെ പലർക്കും അറിയാം. അതുകൊണ്ടാണ് മനു വാശി പിടിക്കുന്നത് അലീനെ മനു തന്നെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ഇതൊക്കെ കേട്ട് മുത്തശ്ശി ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. അപ്പം അമ്മ പറ, മനുവിന് കല്യാണം കഴിക്കാൻ ഏറ്റവും ഉചിതമായ പെണ്ണ് അലീന തന്നെയല്ലേ, വേറെ ഏത് പെണ്ണിനെയാണ് അവൻ കല്യാണം കഴിക്കേണ്ടതെന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. മുത്തശ്ശി ഒരു ഉത്തരവും പറയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ വൈജ പ്രസവിച്ച ആ പെൺകുട്ടി ആരാണെന്ന് മുത്തശ്ശി അറിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കും മനു ഇത്രയും വാശിയോടെ അലീനെ കല്യാണം കഴിച്ച് ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്ന് വിചാരിക്കുന്നത്. അവൻ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊരു തെറ്റും പറയാൻ പറ്റത്തില്ല, നമുക്ക് എതിർക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക.